നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരോടും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈ വിവാഹ കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ത് കൺഫ്യൂഷൻ ഏട്ടാ? ഈ വിവാഹം ശരിയാവില്ല. ഇതുവരെ നടത്തിയ തയ്യാറെടുപ്പുകളൊക്കെ പോട്ടെ അച്ഛമ്മേ. നന്ദിതയും നിതീഷും തമ്മിലുള്ള വിവാഹത്തിന്റെ കാര്യം നമുക്കങ്ങ് മറക്കാം. അത് നടക്കില്ല. നീ എന്താ ഗിരി പറയുന്നത്? തീയതി നിശ്ചയിച്ച് മുഹൂർത്തം കുറിപ്പിച്ച വിവാഹമാണോ ഇനി വേണ്ടെന്ന് വെക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത് അക്കുടുമോനെ? രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ചതല്ലേ ഈ ബന്ധം? അതെങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുന്നത്? അച്ഛമ്മേ, അതിനെക്കുറിച്ചൊന്നും അച്ഛമ്മ ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും. ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ രാത്രി തന്നെ സുമിയോട് പറഞ്ഞിരുന്നതാ ഞാൻ. ഈ വിവരം അവരുടെ വീട്ടുകാരെ അറിയിക്കാനും പറഞ്ഞതാ അല്ലേ? ഇങ്ങനെ കല്യാണം വേണ്ട എന്ന് ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് പോയാൽ എങ്ങനെയാ ഗിരി? അതിന്റെ കാരണം കൂടി പറയണം. കാര്യവും കാരണവും എനിക്ക് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നുന്നവരോട് ഞാൻ പറഞ്ഞോളാം. മുടങ്ങുന്നത് എന്റെ കല്യാണമല്ലേ ഗിരിയേട്ടാ? അപ്പൊ അതിന്റെ കാരണം അറിയാൻ എനിക്ക് അവകാശമുണ്ട്. വിശദീകരിക്കാൻ എനിക്ക് തൽക്കാലം സൗകര്യപ്പെടില്ല നിതീഷേ. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ കല്യാണത്തെ കുറിച്ച് ആരും ആലോചിക്കുകയേ വേണ്ട. ഇത് നടക്കില്ല. ഇതെന്റെ തീരുമാനമാണ്. സുമിതയുടെ അനിയത്തിയുടെ വയറ്റിൽ വളരുന്നതേ ഇവന്റെ കുഞ്ഞാ. അതിന്റെ കാര്യത്തിൽ ആര് സമാധാനം പറയും ഗിരി? വിവാഹം കഴിക്കാതെ ഗർഭിണിയാകുന്ന ആദ്യത്തെ പെൺകുട്ടിയൊന്നും അല്ല നന്ദിത. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ ശരിയായ ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് അവളുടെ രക്ഷിതാക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും വേവലാതിപ്പെടണ്ട. ഓ, എല്ലാരും കൂടെ എന്നെ പൊട്ടം കളിപ്പിക്കണം. കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോ കഴിക്കാനും, ഒരു കാരണമില്ലാതെ വേണ്ടെന്ന് പറയുമ്പോ വേണ്ടെന്ന് വെക്കാനും ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാ വേണം. മോളെ മോളെ സുമി, എന്താ മോളെ ഉണ്ടായത്? നീ എങ്കിലും ഞങ്ങളോട് തുറന്ന് പറ. മോളെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്ന് പറ. എന്താന്ന് അറിഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റൂ. എനിക്കൊന്നും അറിയില്ല അച്ഛമ്മേ. ഗിരി ഇങ്ങനെ പറയാൻ മാത്രം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സത്യമായിട്ട് അറിയില്ല. ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ വലിയ തെറ്റായി പോകുന്നൊക്കെ ഗിരി എന്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ രാത്രി. ഓഫീസിലെ എന്തൊരു ടെൻഷന്റെ പുറത്ത് പറഞ്ഞെന്നാ ഞാൻ കരുതിയത്. രാവിലെ ആകുമ്പോ ഗിരിയുടെ മനസ്സ് മാറുന്ന വിചാരിച്ചിട്ടാ ഞാനിത് ആരുടെ അടുത്തും പറയരുത്. ഇപ്പോഴാ ഇക്കാര്യത്തില് ഗിരി ഇത്ര സീരിയസ് ആയിരുന്നു മനസ്സിലായത് തന്നെ. ഞാനെങ്ങനെ എന്റെ വീട്ടുകാരുടെ അടുത്ത് പറയാച്ചമ്മേ? ഇതറിയുമ്പോ നന്ദുന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവക്ക് സഹിക്കാൻ പറ്റില്ല. കരയാതെ മുട്ടെ, കരയാതെ. നമുക്ക് അതിനോട് സംസാരിച്ച് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.